ഹലോ ഗായ്സ്, അപ്പം എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ബോളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബോളല്ല കേട്ടോ, അവക്കാഡോയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവക്കാഡോ കാണുന്നതും അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നതും. ഇത് റീസെൻ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അവക്കാഡോ ഷേക്കാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കട്ട പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു അവക്കാഡോ കൊണ്ടാണ് കേട്ടോ ഞാൻ ഷേക്ക് ഉണ്ടാക്കി. ഒരു 3 ഗ്ലാസോളം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ഓപ്ഷണലാണ്, തികച്ചും പറയാമല്ലോ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഞാൻ ഇങ്ങനെ ഒന്ന്, പക്ഷേ ഇതിങ്ങനെ ആയിരുന്നില്ല ഗൈസ്. കണ്ടോ, കുരുവിലോട്ട് നേരെ എൻ്റെ കത്തി പോയി. അറിയാത്ത കൊണ്ടാണ് കേട്ടോ, എന്തെങ്കിലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണേ. ചടാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതുപോലെ സാധിച്ചു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല പഴുത്തത് നോക്കി നിങ്ങൾ എടുക്കണം കേട്ടോ. ഞാൻ ഇന്നലെ റീസെൻ്റായിട്ട് മേടിച്ചതാണ്. അപ്പോൾ നല്ല പഴുത്ത് നോക്കി തന്നോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത് തന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആദ്യമായിട്ടാണെങ്കിലും ഞാൻ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. പിന്നെ ഇത് സ്കൂപ്പ് ചെയ്തപ്പോഴേക്കും നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ വലിയ ടേസ്റ്റായിട്ട് പച്ച കഴിക്കുമ്പോൾ തോന്നില്ല. പക്ഷേ ഷേക്കോടെ അടിക്കുമ്പോൾ വാവ്, സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തു. ഏലക്ക 3 ഇടുന്നുണ്ട് കണ്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ പഞ്ചസാരയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഞാനിതിലേക്ക് തൈര് എൻ്റെ വായ തന്നെ കട്ടപ്പാൽ ഞാൻ ഒഴിക്കുന്നത്. ഏലക്ക തിരിച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മതിയില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഏലക്ക ഇട്ട് അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ 3 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് പഞ്ചസാര നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അതിന് നമുക്കിതിലേക്ക് കട്ടപ്പാൽ ഒഴിക്കാം. ചെറിയ വായാണ് ഞാൻ മുറിച്ചത്, അതുകൊണ്ട് ഇങ്ങോട്ട് പോഴുന്നുണ്ടായിരുന്നില്ല. ഗ്ലാസിൻ്റെ കൈ തന്നെ എടുക്കേണ്ടി വന്നു. ടിഷ്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം. തികച്ചും നമുക്ക് കട്ടപ്പാലായതുകൊണ്ട് നല്ല എന്താ പറയുക, ക്രീമി ടെക്സ്ചറിലായിരുന്നു കേട്ടോ ഇത് ഇരുന്നേച്ചത്. നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ക്രീമി ടെക്സ്ചറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ബെസ്റ്റാണ് ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. അപ്പോൾ ബാക്കിയും ഒരു കട്ടയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കറക്കി എടുക്കുകയാണ്. പക്ഷെ നല്ല ക്രീമായിട്ട് ഇരുന്നിച്ചു. ഇപ്പോഴും ആ സ്വാദ് വായിന്ന് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റായിട്ട് എന്നെപ്പോലെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.